SYS കേരള യുവജന സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ ഡിസംബർ 26-ന് തുടക്കമാകും. 29 വരെയുള്ള സമ്മേളനത്തിൽ 10,000 സ്ഥിരം പ്രതിനിധികളും പ്രതിദിനം 25,000 അതിഥി പ്രതിനിധികളും പങ്കെടുക്കും. പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 6 വേദികളിലായാണ് സമ്മേളനം നടക്കുന്നത്. ഫ്യൂച്ചർ കേരള സമ്മിറ്റ്, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, യങ് ഇന്ത്യ നാഷണൽ സെമിനോസിയം, സാംസ്കാരിക സംവാദങ്ങൾ എന്നീ ഉപസമ്മേളനങ്ങളും യുവത്വ വിദ്യാഭ്യാസ തൊഴിൽ ഭാവിയും അവസരങ്ങളും പ്രമേയമാക്കി സംഘടിപ്പിക്കുന്ന എൻജൻ എക്സ്പോയും സമ്മേളനത്തിലെ സുപ്രധാന ഉള്ളടക്കമാകും. വിവിധ സെഷനുകളിലായി ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങൾ, വിദഗ്ധർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പണ്ഡിതന്മാർ സംബന്ധിക്കും. 27-ന് ഉച്ചകഴിഞ്ഞ് 4-ന് പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ ഡോക്ടർ യഹ്യ റോഡ്സ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃഭാഷണം നടത്തും. റവന്യൂ മന്ത്രി K രാജൻ, ബെന്നി ബെഹനാൻ MP, ഉത്തർപ്രദേശ് മുൻ മന്ത്രി നവീൻ കുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിക്കും. 28-ന് ഉച്ചകഴിഞ്ഞ് 4:30-ന് പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ബീരാൻ MP പ്രഭാഷണം നടത്തും. KK രാമേന്ദ്രൻ MLA, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി, ചുള്ളിക്കോട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി തുടങ്ങിയവർ സംബന്ധിക്കും. വൈകുന്നേരം 6:30-ന് ഹെറിറ്റേജ് കോൺഫറൻസ് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യദ് ഇബ്രാഹിം മുൽ ഗലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ റജബ് സെൻ തുർക്കി, സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം നഹ, ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി സംസാരിക്കും. 28-ന് രാവിലെ 10-ന് ധനാത്മക യുവത്വം എന്ന വിഷയത്തിൽ ഡോക്ടർ ശശി തരൂർ MPയും 29-ന് ഉച്ചകഴിഞ്ഞ് 3-ന് സാമൂഹിക പ്രവർത്തനത്തിൻ്റെ രചനാത്മകത എന്ന വിഷയത്തിൽ മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥും പ്രഭാഷണം നടത്തും. 29-ന് വൈകുന്നേരം 6:30-ന് സമാപന സമ്മേളനം ജോർദാൻ പണ്ഡിതൻ ഔൻ മുഈൻ അൽ ഗദൂമി ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഭാഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന വഖഫ് മന്ത്രി V അബ്ദുറഹ്മാൻ, KC വേണുഗോപാൽ MP, വ്യവസായി MA യൂസഫ് അലി എന്നിവർ അതിഥികളാകും. സമ്മേളനത്തിലെ പുസ്തകമേള 26-ന് വൈകിട്ട് 4-ന് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൻ്റെ ഭാവി ചർച്ച ചെയ്യുന്ന 2 ദിവസത്തെ ഫ്യൂച്ചർ കേരള സമ്മിറ്റ് 28-ന് രാവിലെ 10:30-ന് വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. നെക്സ്റ്റ് ജെൻ കോൺക്ലേവ് 28-ന് രാവിലെ 10:30-ന് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകൾക്ക് ഡോക്ടർ റജബ് സെൻ തുർക്ക്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആഫിഫി അൽ ആഗിദി, കുവാത്തി ITIയിലെ ഡോക്ടർ വികാസ് മധുസൂദനൻ, റോയൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സഫീർ, IBM ഇന്ത്യയിലെ ഡോക്ടർ നദീം, ഡോക്ടർ സലാഹുദ്ദീൻ, P ഹുസൈൻ നൂറുദ്ദീൻ കുഞ്ഞ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ AE ഷെഫി എന്നിവർ നേതൃത്വം നൽകും. കേരള മുസ്ലിം ചരിത്രം വിശകലന വിധേയമാക്കുന്ന ഹിസ്റ്ററി ഇൻസൈറ്റ് 29-ന് രാവിലെ 10:30-ന് P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ വിനിൽ പോൾ, ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ അബ്ബാസ് പനക്കൽ, ഡോക്ടർ സഹീർ ഹുസൈൻ, ഡോക്ടർ ന്യൂ ഐമാൻ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ദ്വിദിന യങ് ഇന്ത്യ സെമിനോസിയം 28-ന് രാവിലെ 10-ന് സയ്യദ് ഇബ്രാഹിം മുൽ ഗലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ SYS സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ത്വാഹ തങ്ങൾ സഖാഫി, ജനറൽ സെക്രട്ടറി SYS സംസ്ഥാന കമ്മിറ്റി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്കരി, SYS സംസ്ഥാന കമ്മിറ്റി ഫിനാൻസ് സെക്രട്ടറി M അബൂബക്കർ പടിക്കൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ M മുഹമ്മദ് സാദിഖ്, സ്വാഗത സംഘം കോർഡിനേറ്റർ MM ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. SYS യുവജന സമ്മേളനം ഡിസംബർ 26 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ തൃശൂർ ആമ്പല്ലൂരിൽ നൂറുൽ ഉലമ നഗറിൽ നടക്കും. പ്രത്യേകം സജ്ജമാക്കിയ 6 വേദികളിൽ 10,000 സ്ഥിരം പ്രതിനിധികളും ഓരോ ദിവസവും പ്രത്യേകം 25,000 അതിഥി പ്രതിനിധികളും സംബന്ധിക്കും.